കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ വച്ച് രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭാ കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതോടെയാണ് ആർ സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുകയാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. കൂടാതെ സുഗതൻ ചരിത്രത്തിലും ഇടം നേടുകയാണ്. ജയിലിൽ വച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ ജനപ്രതിനിധിയുമാവുകയാണ് അല്ലേ? ഐശ്വര്യ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ കോടതി ഉത്തരവ് പ്രകാരം, ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിയൂർ ജയിലിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 11 മണിയോടുകൂടി തന്നെ കൃത്യമായി ചടങ്ങ് നടക്കും. ഇന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ് അടക്കം ഇപ്പോൾ ഇവിടെ രാമനിലയത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ വിയൂർ ജയിലിലേക്ക് പോകും. തുടർന്നുള്ള ഈ ഒരു നടപടികളിൽ അദ്ദേഹം പങ്കാളിയാവുമെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് തന്നെ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കാപ്പ കേസ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ നിയന്ത്രണങ്ങളുണ്ട് ഇദ്ദേഹത്തിന്, ഈ സുഗതന്. അതുകൊണ്ട് തന്നെ ജയിൽ വിട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു അത്തരത്തിൽ കോടതി ഉത്തരവുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോടതി സർക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ സർക്കാർ പറഞ്ഞ അത്തരത്തിലുള്ളൊരു തീരുമാനം പറ്റില്ല. കാരണം കാപ്പ കേസ് ചുമത്തിയത് കൊണ്ട് തന്നെ ജയിൽ വിട്ട് പുറത്തേക്ക് പോകാനുള്ള അനുമതി ഇല്ല എന്നുള്ളൊരു സാഹചര്യം പറയുകയുണ്ടായി. അപ്പോഴാണ് കോടതി തന്നെ ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് എന്നാൽ ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കുന്നത്. തുടർന്ന് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ ജയിലിൽ തന്നെ ആ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി തന്നെ, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു ജനപ്രതിനിധി ഇപ്പോൾ ഇന്ന് ഇവിടെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് നേരത്തെ ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെ ആ പ്രതിജ്ഞ റദ്ദാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാനായില്ല. അതുകൊണ്ടാണ് ഇന്ന് ജയിലിൽ തന്നെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല ഹൈക്കോടതി ഉത്തരവും അത്തരത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം നെടുമങ്ങാട് കോടതിയിലാണ് ഇത്തരത്തിൽ ഒരു ഹർജിയുമായി എത്തിയത്. പക്ഷേ അത് ഹൈക്കോടതിയാണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് അത് വിടുകയും തുടർന്ന് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇത്തരത്തിൽ ജയിലിൽ നിന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ളൊരു അനുമതി നൽകുകയുമായിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇന്ന് വിയൂർ ജയിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രം, മാധ്യമപ്രവർത്തകരടക്കം അക്രഡിറ്റേഷൻ ലഭിച്ച മാധ്യമപ്രവർത്തകരടക്കം മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ വളരെ പരിമിതമായ ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇന്ന് 11 മണിയോടുകൂടി തന്നെ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട VV രാജേഷ് അടക്കമുള്ള ആളുകൾ ഇന്ന് തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ അടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ, ജയിൽ സൂപ്രണ്ടിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ജയിലിനുള്ളിൽ ചരിത്രത്തിൽ ആദ്യമായി, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഇന്ന് സുഗതൻ, BJP കൗൺസിലർ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. കൃത്യം 11 മണിക്ക് തന്നെ നടക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഒരു 10 മണിയോടുകൂടി തന്നെ ആളുകളൊക്കെ ഈ ജയിലിനകത്തേക്ക് കയറ്റി അതിൻ്റെ കൃത്യമായ നടപടികളൊക്കെ തന്നെ നടക്കുമെന്നുള്ളതാണ്.